വിനായകൻ കൂടി ചേരുന്നുണ്ട് ഗുരുവായൂർന്ന്. വിനായകൻ, എങ്ങനെയുണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ? എങ്ങനെയാ ഈ ഇരിപ്പിടത്തിലൊക്കെ ഇരുന്ന് തന്നെയാണോ കളി കണ്ടത്? അല്ല ഒരിക്കലും അല്ല. എന്റെ ഫോണൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു. പിന്നെ ആ ഒരു 15th 14th ഓവറായപ്പോ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി. എന്താ പറയാ, ഒരു 8 മാസം മുമ്പ് എന്താണോ നടന്നത് അതേ ഫുള്ള് ഫ്ലാഷ് ബാക്ക് തലയുടെ ഉള്ളില്. പക്ഷെ അവസാനം എന്താ അത് കിട്ടി. കൊറേ കൊല്ലത്തിന്റെ കാത്തിരിപ്പാണ്. അത് വളരെ സന്തോഷം. ഇനി വിരാട് കോഹ്ലിക്കായാലും രോഹിത് ശർമ്മയ്ക്കായാലും കറക്റ്റ് ടൈമായിരുന്നു അവർക്ക് ഇത് T20 റിട്ടയർ ചെയ്യാൻ. സോ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. താങ്ക് യു വിനായകൻ. ഡോക്ടർ അജിത് കുമാർ, ഈ പ്രേക്ഷകരൊക്കെ പങ്കുവെക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അവർക്ക് തന്നെ പലപ്പോഴും വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വികാരഭരിതമായി നിൽക്കുന്നത് അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണോ എന്ന് തോന്നുന്നു. ഇനി ഈ 2020 ഭാവി അത് ഇന്ത്യ എങ്ങനെയാണ് കരുതേണ്ടത്? പ്രത്യേകിച്ചും ഇപ്പോൾ രോഹിത്, വിരാട് പടിയിറങ്ങുന്നു, സീനിയർ താരങ്ങളായി എപ്പം മാറും? അപ്പോൾ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അത് ആരൊക്കെയായിരിക്കും? ഇന്ത്യക്ക് നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പം അധിക വർഷവും ഒന്നുകിൽ ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ സൂര്യകുമാർ ക്യാപ്റ്റനാവും. എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യ വുഡ് ബി ദ ബെറ്റർ ക്യാപ്റ്റൻ. കാരണം അദ്ദേഹമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആള്. ഗുജറാത്ത് ടൈറ്റൻസ്, കാര്യം മുംബൈ ഇന്ത്യൻസിനോട് അദ്ദേഹം ഫെയിൽ ചെയ്തെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിന് അദ്ദേഹം ലീഡ് ചെയ്തത് നന്നായിട്ട് അറിയാം. ഹാർദിക്കാണെങ്കിലും ഏറ്റവും സൂട്ടബിൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാറാണ് വൈസ് ക്യാപ്റ്റൻ. ഇവർ രണ്ടുപേരായിരിക്കും ഇനി ഫോക്കൽ പോയിന്റ്സ് ആവുമ്പോൾ. പക്ഷെ ഇനി നമ്മുടെ ജയ്സ്വാളിന് ചാൻസ് കിട്ടും, നമ്മുടെ സഞ്ജുവിന് ചാൻസ് കിട്ടും. ഇവരൊക്കെ ലോകോത്തര കളിക്കാരാണ്. ഇവർക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തേനെ. നല്ലൊരു ബെഞ്ച് ഉണ്ട്. ശുഭ്മാൻ ഗിൽ കളിക്കാൻ നമ്മൾ കൊണ്ടുപോയില്ല. KL രാഹുൽ, റിങ്കു സിംഗ് അവിടെ ഇരുന്ന് അവർക്ക് ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വരുമ്പോഴേക്കും ടീമിന്റെ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. രോഹിത്തും വിരാട്ടും പോയി കാര്യം നമുക്ക് സെന്റിമെന്റലി അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നല്ലാതെ ഒരു ഓവറോൾ പെർഫോമൻസ് ഇന്ത്യ ഇനി മുകളിലേക്ക് പോകും. അല്ലാണ്ട് ഒരു ഹൈറ്റ് ഓഫ് ഗ്ലോറിയിലേക്ക് നമ്മൾ പോകാൻ പോണത്, അല്ലാണ്ട് നമ്മൾ താഴോട്ട് പോകാൻ പോണില്ല. അടുത്ത ലോകകപ്പ് എത്തുമ്പോഴേക്കും ഇനിയും നല്ല ലെവല്. പക്ഷെ അതുപോലെ തന്നെ മറ്റു ടീംസും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരിക്കലും മറ്റു ടീംസിനെ താഴെ കാണുമ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യം വളരെ അവര് എനിക്ക് തോന്നി ഒരു ബാഡ് ലക്കായിരുന്നു. അല്ലെങ്കിൽ അവര് ശരിക്കും സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു ടീമാണ്. അഫ്ഗാനിസ്ഥാനോട് നിക്കലസ് പൂരിന്റെ 98 ഞാൻ കണ്ടതാണ്. എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ടീംസ് എല്ലാം അവരെല്ലാവരും ഉയർന്ന തലത്തിലേക്ക് എത്തും. കോമ്പറ്റീഷൻ ഇനിയും കൂടും, ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, ക്വാളിറ്റി ഓഫ് ദ ഗെയിം വളരെയധികം കയറും. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പണ്ട് T20 ഒരു ബാറ്റ്സ്മാൻസ് ഗെയിമാണ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ബോളേഴ്സ് ആ ലെവലിലേക്ക് ഉയർന്നില്ലേ? ഇന്ത്യയിലെ മാത്രമല്ല എല്ലാ ബോളേഴ്സും, എല്ലാ രാജ്യങ്ങളും T20 ബോളേഴ്സും ആ ഒരു ഉയർന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത് അത് നമ്മുടെ ഈ ഗെയിമിന് നല്ലൊരു കാര്യമാണ്. അപ്പൊ T20 ഒരിക്കലും ഒരു ബാറ്റ്സ്മാൻസ് ഗെയിം അയക്കില്ല ഫ്യൂച്ചറിൽ. അത് രണ്ടുപേർക്കും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ വിക്കറ്റ്സ് കുറച്ച് നന്നാക്കണം. അത് ആക്ച്വലി ഇന്നലെ എനിക്ക് ബാർബേഡോസിന് വിക്കറ്റ് പറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ബോളേഴ്സിനും ചാൻസ് ഉണ്ടായിരുന്നു, സ്പിന്നേഴ്സിനോട് ചാൻസ് ഇല്ലെങ്കിൽ പേസ് ബോൾ അവരുടെ പേസ് ബോളേഴ്സും നന്നായിട്ട് ബോൾ ചെയ്തില്ലേ. മഹാരാജ് ആദ്യത്തെ 2 വിക്കറ്റ് എടുത്തു പറഞ്ഞാൽ പിന്നെ എല്ലാ വിക്കറ്റ് എടുത്ത് അവരുടെ പേസ് ബോളേഴ്സ് ആണ്. സ്റ്റോയിനിസം നന്നായിട്ട് ബോൾ ചെയ്തു. വളരെ എല്ലാവരുടെയും നോർക്കെ നന്നായിട്ട് ബോൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ബോളിംഗ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. യാതൊരു സംശയം. ജാൻസൺ മാത്രമാണ് ഇതിൽ ഫെയിൽ ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ബോളേഴ്സ് അവരുടെ ബോളേഴ്സും നന്നായിട്ട് ചെയ്തു. അല്ലെ 176 അവര് ഇന്ത്യയെ കൺട്രോൾ ചെയ്തത്. ആക്ച്വലി 200-220 എത്തുന്നതാണ് വിചാരിച്ചാൽ തുടക്കം വിരാട് കോഹ്ലിയുടെ തുടക്കം കണ്ടപ്പോൾ. പക്ഷെ നമ്മൾ അവരെ 176 നിർത്തി എന്നുള്ളത് അവരുടെ ബോളിംഗ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ഓവറോൾ T20 സ്റ്റാൻഡേർഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് ഇവർ രണ്ടുപേരും തുടക്കത്തിൽ നമ്മൾ ഇവരെ മിസ് ചെയ്യെങ്കിലും സംശയമില്ല ടീമിൽ ഓവർകം നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യൻ ടീമിനെ വീണ്ടും നെറുകയിലേക്ക് തന്നെ എത്തിക്കുന്നതിന് യാതൊരു സംശയമില്ല. നമ്മൾ നമ്പർ 1 ആയിട്ട് തുടരുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ. എനിക്കറിയാം താങ്കൾക്ക് മറ്റ് കമ്മിറ്റ്മെന്റുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളെ ഫ്രീ ആക്കുന്നത്. എന്താണല്ലോ, ഒരുപാട് സന്തോഷം നമ്മോടൊപ്പം രാവിലെ തന്നെ പങ്കുചേർന്നതിന്. എന്നാൽ ഇന്ത്യയുടെ ജയത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.